പ്രണയബന്ധവും ഗർഭഛിദ്രവും കുറ്റകൃത്യമാകുന്നത് എപ്പോഴാണ്? ഇത്തരം കേസുകളിലെ നിയമവഴികൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. നിയമം ദുരുപയോഗം ചെയ്യുന്നത് തിരിച്ചടിയാകുമ്പോൾ ഇരവാദം അപ്രസക്തമാവുകയാണ്. സമീപകാലത്തെ പല പീഡന കേസുകളിലും ഇരകൾക്ക് നീതി കിട്ടിയില്ലെന്ന പരാതി വ്യാപകമാണ്. എന്തുകൊണ്ട് ഇത്രയും നിയമങ്ങൾ ഉണ്ടായിട്ടും ഇരകളായ സ്ത്രീകൾക്ക് നീതി കിട്ടിയില്ല എന്ന തോന്നൽ പലർക്കും ഉണ്ടാകുന്നു. യഥാർത്ഥ പ്രശ്നം നിയമത്തിന്റെ ദുരുപയോഗം തന്നെയാണ്. പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നവർ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ശാരീരിക ബന്ധത്തിൽ ജീവിക്കുന്നിടത്തുനിന്ന് തന്നെ ഇരകൾ കുടുംബം എന്ന സങ്കല്പത്തിൽ നിന്നും അകലുന്നു. അതിനുശേഷം ഇരുകൂട്ടരും പ്രതീക്ഷിക്കാതെ ഒരു ഗർഭാവസ്ഥയുണ്ടായാൽ ബന്ധം വഷളാവുകയും ഒരുപക്ഷെ പുരുഷൻ കൈയൊഴിഞ്ഞു പോവുകയും ഒക്കെ സംഭവിക്കാം. പെൺകുട്ടി മാനസികമായും ശാരീരികമായും തകരുകയും ഭ്രൂണഹത്യ വരെ നടത്തി താൽക്കാലികമായി മാനം രക്ഷിക്കുകയും ചെയ്യാം. ഇതറിയുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇരകൾക്ക് ധൈര്യം കൊടുത്ത് പരാതിയുമായി പിന്നീട് പോലീസിനെ സമീപിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിരന്തരം കണ്ടുവരുന്നത്. ചില ചാനൽ അവതാരകർ അത് ആഘോഷമാക്കുന്നു. അന്തിച്ചർച്ചകളടക്കം ഇരുവരുടെയും സ്വകാര്യത സമൂഹ മാധ്യമത്തിലിട്ട് ആഘോഷിക്കുന്നു. പക്ഷേ പീഡന പരാതി കോടതിയിലെത്തുമ്പോൾ പലപ്പോഴും ഇരകൾക്ക് തിരിച്ചടിയാവുന്നു. ഇരവാദം അവിടെ തീരുന്നു. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ബലാത്സംഗ കുറ്റം ആരോപിച്ച് ഇര പരാതി നൽകുമെങ്കിലും മുൻപ് സ്നേഹത്തിലിരിക്കുമ്പോഴുള്ള വാട്സാപ്പ് ചാറ്റുകൾ കോടതിയിലെത്തുമ്പോൾ ബലാത്സംഗം എന്ന ഹീന കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന് കോടതിക്ക് മനസ്സിലാകുന്നു. പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം കുറ്റമല്ല. പക്ഷേ അത് മറ്റൊരുത്തന്റെ ഭാര്യയുമായിട്ടാണെങ്കിൽ ഭർത്താവിന്റെ പരാതിയിൽ പുരുഷനെതിരെ മാത്രം കേസ് നിലനിൽക്കും. ഭ്രൂണഹത്യ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. പക്ഷെ അക്കാര്യത്തിൽ ഇരയ്ക്കും ഇണയ്ക്കും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇരയെ ബലം പ്രയോഗിച്ച് ഭ്രൂണഹത്യ നടത്തിയാൽ മാത്രമേ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ആരോപിക്കാനാവൂ. ഫോൺ ചെയ്ത് പ്രേരിപ്പിച്ചാലും ഒരു മാതാവ് കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത് ആ മാതാവിനെതിരെയും കുറ്റം ചാർത്താവുന്ന കുറ്റകൃത്യമാണ്. കേസ് തിരിയുമ്പോൾ ഈ പരാതിക്കാരിയും ആരോപണ വിധേയനും ഒന്നിച്ചാൽ കൂട്ടുനിന്ന ഇരയുടെ സുഹൃത്തുക്കൾ പ്രതികളാവാനും സാധ്യതയുണ്ട്. അവർക്കെതിരെയുള്ള ശക്തയായ സാക്ഷി ഈ ഇരയായ പെൺകുട്ടി തന്നെ ആവാം. അവിഹിത ഗർഭക്കേസുകൾ ചാനൽ ചർച്ചകളിലും കോടതി മുറികളിലും എത്തിക്കുവാൻ ആവേശം കൊള്ളുന്ന മൂന്നാം കക്ഷികളായ ഉത്സാഹ കമ്മിറ്റിക്കാർ സൂക്ഷിക്കുക. നിയമം ദുരുപയോഗം ചെയ്യാൻ കൂട്ടുനിൽക്കുന്നവർക്കും തിരിച്ചടി ലഭിച്ചേക്കും. അഡ്വക്കേറ്റ് രാജേഷ് PR, അമൃത ന്യൂസ്, കൊച്ചി.